ഹലോ ഗായ്സ്, എൻ്റെ പേര് പ്രദീപ്. ഒരു പുതിയ ലേണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിഫ്റ്റി 50യുടെ ഇൻഡെക്സ് ചാർട്ടാണ് അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം ഏകദേശം 80 പോയിൻ്റ് താഴെയായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. മാർക്കറ്റ് ഓപ്പൺ ആയത്. അതിനുശേഷം തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ വീണ്ടും ഒരു ബൗൺസ് ബാക്കാണ് ഉണ്ടായത്. വലിയൊരു മൂവ്മെൻറ്റ് തന്നെ ബൈയിങ് സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ ഡേ ഹൈയിൽ ചെന്നിട്ട് റിവേഴ്സ് അടിച്ചു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാം. ഇവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ ദിവസത്തെ ഡേ ഹൈ ആണ്. ഡേ ഹൈയുടെ അതേ ലൈനിൽ തന്നെ തട്ടിയിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് അടിക്കുകയാണ് ഉണ്ടായത്. ആക്ച്വലി വന്നിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ മുഴുവൻ ഒരു ഇമ്പോർട്ടൻ്റ് സോണിലേക്ക് തന്നെ മാർക്കറ്റ് എൻട്രി ആയതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈയിങ് സെല്ലിംഗ് ആണ് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും റാൻഡം ആയിട്ടുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിലുണ്ടായത്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഇത്രയും ഒരു ബൈയിങ് സൈഡ് മൂവ്മെൻറ്റ് തന്നതിന് ശേഷം ആരും എക്സ്പെക്റ്റ് ചെയ്യാതെ തന്നെ ഇത്രയും കൂടുതൽ സെല്ലിംഗ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റും ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. റീസൺ ഇതാണ്: മാർക്കറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് സോണിലേക്കാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇത്രയും ഏരിയയിൽ സെല്ലേഴ്സ് എൻ്റർ ചെയ്തിട്ട് മാർക്കറ്റിനെ ഇത്രയും ഒരു ഡൗണിലേക്ക് മാർക്കറ്റിനെ പുഷ് ചെയ്ത് താഴെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും ഒരു ബൗൺസ് ബാക്കിലേക്ക് വന്ന് ഇതിൻ്റെ ഏകദേശം 50% ഏരിയ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 50% സോണാണിത്. ആ 50% സോണിൽ എത്തിയപ്പോൾ ബയ്യേഴ്സും സെല്ലേഴ്സും മാർക്കറ്റിനെ മേലേക്കും താഴേക്കും പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്രയും കൺസോളിഡേഷൻ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റിയത്. ഈ കൺസോളിഡേഷനെ പറ്റിയിട്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കൺസോളിഡേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഇന്നത്തെ മാർക്കറ്റിൽ എക്സ്പയറി ഡേറ്റ് ആയിരുന്നു. എക്സ്പയറി ഡേറ്റ് തേഴ്സ്ഡേ നിഫ്റ്റി 50യുടെ എക്സ്പയറി ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ബയ്യേഴ്സിനും സെല്ലേഴ്സിനും മാർക്കറ്റിനെ മേലേക്കോ താഴേക്കോ മൂവ് ചെയ്യിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ക്രോസ് ചെയ്ത് മേലേക്ക് പോയി കഴിഞ്ഞാൽ ബയ്യേഴ്സ് മാർക്കറ്റ് കൈയടക്കുകയും ബയ്യേഴ്സിന് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുകയും, അതല്ല ഈ മാർക്കറ്റിന് ഇതിൻ്റെ താഴെ ഈ പറയുന്ന സപ്പോർട്ടിന് താഴേക്ക് മാർക്കറ്റ് വന്നിരുന്നെങ്കിൽ പിന്നെ ബയ്യേഴ്സിന് അവിടെ പൊസിഷൻ കട്ട് ചെയ്ത് പോകേണ്ടി വരികയും സെല്ലേഴ്സിന് അവിടെ ഡോമിനേഷൻ കിട്ടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ രണ്ടുപേരും ഫൈറ്റ് നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അൺനാച്ചുറലായിട്ടുള്ള കുറേ മൂവ്മെൻറ്റ്സ് മാർക്കറ്റിൽ കാണാൻ പറ്റുകയും ചെയ്യും. അങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ ഇത്രയും റാൻഡം ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിയത്. എന്നിട്ട് അറ്റ് ലാസ്റ്റ് ഈ ഫൈറ്റിൽ വന്നിട്ട് ബയ്യേഴ്സ് തന്നെ ഡോമിനേറ്റ് ചെയ്തു. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്നിട്ട് ഇതിനെ അതിൻ്റെ 50% ഏരിയയുടെ താഴേക്ക് തള്ളിവിടാതെ ബയ്യേഴ്സ് അവിടെ കൂടുതൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്തിരിക്കാം. അതിൻ്റെ പരമായിട്ട് മാർക്കറ്റിന് അതിൻ്റെ മറ്റേ 50% കവർ ചെയ്ത് അതിൻ്റെ ടോപ്പിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നാളെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ചെറിയൊരു റിട്രേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ വന്നിട്ട് ചെറിയൊരു റിട്രേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സോൺസ് ഇതിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാർക്കറ്റ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഗ്രാഫാണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സോൺസ് ഉണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സോണാണ്. ഇത് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട് നാളെ. അതല്ല ഈ സോൺ
ക്രോസ് ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഇവിടെ എവിടെയെങ്കിലും ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത് ലാസ്റ്റ് റിവേഴ്സൽ സോൺ എന്നൊരു ലൈന് ഇവിടെ കാണുന്നുണ്ടാവും. ഇതാണ് മാർക്കറ്റ് റിവേഴ്സ് ആകാനുള്ള ഏറ്റവും അവസാനത്തെ സോണായിട്ട് ഞാൻ കണക്കാക്കപ്പെടുന്നത് എൻ്റെ അനാലിസിസ് വെച്ചിട്ട്. ബാക്കി മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് നാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബാക്കി ഇവിടെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നാളേക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നാളെ എന്താണെങ്കിലും മുഴുവനായിട്ടും റിക്കവറായിട്ട് മാർക്കറ്റ് ഇന്ന് ബയ്യേഴ്സ് ഡോമിനേറ്റ് ചെയ്ത ഏരിയ എന്ന് പറയുമ്പോൾ ഈ സോണിൽ നിന്നും ഫൈറ്റ് ചെയ്തിട്ടാണ് ബയ്യേഴ്സ് മേലേക്ക് ഒരു മൂവ്മെൻറ്റ് കൊടുത്തത്. അപ്പോൾ ബയ്യേഴ്സ് വീണ്ടും ഈ ഒരു സോണിലേക്ക് മാർക്കറ്റിന് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ സമ്മതിക്കില്ല എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു 100% തന്നെ ഉറപ്പ് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് ഏറ്റവും റിട്രേസ് അടിക്കാൻ പറ്റിയ ഇമ്പോർട്ടൻറ്റ് സോൺസാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22,513 എന്നുള്ള ലെവലും, അത് സപ്പോസ് അത് ക്രോസ് ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ അതിലും താഴെ വന്നിട്ട് മാർക്കറ്റിന് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കൊടുക്കേണ്ടി വരികയോ ചെയ്തു കഴിഞ്ഞാൽ 22,476 ഈ ലെവൽ വരേക്കുമാണ് മാർക്കറ്റിന് കൊടുക്കാവുന്ന ഏറ്റവും ഡൗൺ മൂവ്മെൻറ്റ് നാളത്തെ കേസിൽ. അതിനുശേഷം മാർക്കറ്റ് 100% ഇതുപോലെ ഒരു കൺസോൾട്ടേഷന് ശേഷം ഒരു റിവേഴ്സ്, അല്ലെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു കൺസോൾട്ടേഷന് ശേഷമുള്ള റിവേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് നാളത്തെ മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ഒരു ഓവർവ്യൂ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് സ്റ്റോപ്പ് ലോസിനെ പറ്റിയിട്ടാണ്. സ്റ്റോപ്പ് ലോസിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. എന്നാലും ജസ്റ്റ് പറയുകയാണ്, നമ്മൾ മാർക്കറ്റിൽ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഓവർവ്യൂവിൻ്റെ പുറത്താണ് നമ്മളൊരു എൻട്രി എടുക്കുന്നത്. ഓവർവ്യൂവിൻ്റെ പുറത്ത് എൻട്രി എടുക്കുമ്പോൾ ഓവർവ്യൂ തെറ്റുന്നിടത്തായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോകുന്നത്. ഇൻഡിസിഷനായിട്ട് നമ്മളൊരു എൻട്രിയിൽ നിന്നും പുറത്താകേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് ഒരു റീസൺ ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾക്കൊരു ദിവസം ഡിസൈഡഡ് ആയിട്ടുള്ള ഒരു ലോസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഡിസൈഡഡ് ആയിട്ടുള്ള ലോസ്, ഇപ്പോൾ സപ്പോസ് ഒരു 500 ആണ് നമ്മുടെ ഡിസൈഡഡ് ആയിട്ടുള്ള ലോസ്. പക്ഷെ നമ്മൾ ഓവർവ്യൂ തെറ്റാകുന്നത് 700-800 ആകുമ്പോഴാണ് എന്നുണ്ടെങ്കിൽ ചിലവർ 500 തന്നെ കട്ട് ചെയ്ത് പോകും. പക്ഷെ അവരുടെ എൻട്രി ചെയ്തതിന് ഒരു പൂർണ്ണത കിട്ടാതെ പോവുകയാണ് അവിടെ ചെയ്യുന്നത്. ആക്ച്വലി നമ്മളൊരു എൻട്രി എടുത്തതിന് ശേഷം അതിന് പൂർണ്ണത വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ എൻട്രി തെറ്റാണെന്ന് തെളിയിക്കപ്പെടണം. ആ സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് പുറത്തു പോകേണ്ടി വരിക. അപ്പോൾ സ്റ്റോപ്പ് ലോസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ലോജിക്കലായിരിക്കണം. അതല്ലാതെ വലിയ 800, ഇപ്പോൾ 500 സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന ഒരാൾ 800-ഉം 1000-ഉം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് എന്താണ്, അത് മിനിമൈസ് ചെയ്യാനുള്ളൊരു നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം അപ്പോൾ നാളത്തെ ഇമ്പോർട്ടൻ്റ് റിവേഴ്സൽ സോൺസിനെ പറ്റിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇവിടെ റെഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മളിപ്പോൾ മാർക്കറ്റ് ബയ്യേഴ്സ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് സെല്ലേഴ്സ് അവരുടെ പൊസിഷൻ, സ്വാഭാവികമായിട്ടും ബയ്യേഴ്സ് ഡോമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ സെല്ലേഴ്സ് അവരുടെ പൊസിഷൻ കട്ട് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം മാർക്കറ്റ് ഈ ബൈയിങ് സൈഡിലേക്ക് ഈ ഒരു മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി മാക്സിമം നമുക്കിത് കുറേ കാര്യങ്ങൾ വെച്ചിട്ട്, കുറേ അനാലിസിസ് വെച്ചിട്ട് ഇത് മാക്സിമം നമുക്ക് എത്രത്തോളം മൂവ്മെൻറ്റ് ബൈയിങ് സൈഡിലേക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ ഏറ്റവും ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 22,607 എന്നുള്ളൊരു സോണിൽ ടച്ച് ചെയ്തിട്ടാണ് റിവേഴ്സ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റ് ഇനി ഈ ഒരു 22,607 എന്നുള്ള ഒരു ഏരിയ ക്രോസ് ചെയ്ത് മേലേക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് നെക്സ്റ്റ് ലെവൽ കാണാൻ പറ്റുന്നത് 23, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 23,084. ഇതാണ് മാക്സിമം നമുക്ക് ഈ മാർക്കറ്റിന് കൊടുക്കാവുന്ന അപ്പ് ട്രെൻഡ്. ഇവിടെ നിന്ന് നമ്മളൊരു റിവേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യാം. ആ റിവേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് കൂടുതൽ റിവേഴ്സിലേക്ക് തന്നെ അല്ലെങ്കിൽ കൂടുതൽ ഡൗൺ മൂവ്മെൻറ്റ് കിട്ടുന്നൊരു റിവേഴ്സ് ആയിരിക്കും. കാരണം ഒരു മാർക്കറ്റും കണ്ടിന്യൂ ആയിട്ട് ഒരുപാട് ഹൈ ലെവലിലേക്ക് മൂവ്മെൻറ്റ് കൊടുക്കില്ല. തീർച്ചയായിട്ടും അതിലൊരു റിവേഴ്സൽ സോൺ ഉണ്ടാവും, കറക്ഷൻ സോൺ ഉണ്ടാവും. അതെല്ലാം നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റും.
അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് തന്നെ റെഫർ ചെയ്തു, ഒരു റെഫറൻസിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. മാക്സിമം അപ് ട്രെൻഡ് കൊടുക്കാനും അവിടുന്ന് റിവേഴ്സ് അടിക്കാനും പറ്റുന്ന ഒരു ലെവലാണ് 23.084 എന്നുള്ളത്. ഇനി ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് 30 ദിവസത്തെ ചലഞ്ച് നമ്മൾ തിങ്കളാഴ്ച മുതൽ എടുക്കുന്നതായിരിക്കും. 30 ദിവസം, ഒരു ദിവസം ഒരു ട്രേഡ്, അതും 2 ലോട്ട് വെച്ചിട്ടുള്ള ട്രേഡായിരിക്കും. ചെറിയ 10,000 രൂപയുടെ താഴെയുള്ള ഒരു ക്യാപിറ്റൽ വെച്ചിട്ടുള്ള ട്രേഡായിരിക്കും. അപ്പോൾ ആ ട്രേഡ് വെച്ചിട്ട് നമുക്ക് തിങ്കളാഴ്ച മുതൽ 30 ദിവസത്തെ ചലഞ്ച് നമുക്ക് എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് നാളെയോ മറ്റന്നാളോ ആയിട്ട് ആ ചലഞ്ചിന് നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ റൂൾസാണ് ഫോളോ ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് നാളെ മറ്റന്നാളായിട്ട് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.